മക്കളെ, ഇന്ന് നമുക്ക് രൈൻ ബസേരെ എന്ന ചാപ്റ്ററിലെ ഒരു റിപ്പോർട്ട് നോക്കാം. രേപ്പട്ട് സമാചാർ, നിങ്ങൾക്ക് ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ വരും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാഗൽ ആദ്മി पर विक्षिप्त अवस्था में भी शिक्षकों का आदर करने का संस्कार था. इस घटने के संबंध में अगले दिन के समाचार पत्र में एक रिपोर्ट आया. वह रिपोर्ट कल्पना करके लिखी. അപ്പോൾ പേപ്പറിൽ വന്നിരിക്കുന്ന ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്ന വാർത്ത നമ്മളോട് സങ്കല്പിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. പാഗൽ ആത്മിക സമ്മാൻ, നമ്മൾ അതിനൊരു സൈഡ് എൻഡിങ് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ സമാചാർ എഴുതുന്ന സമയത്ത് സൈഡ് എൻഡിങ് കൊടുക്കുക. പാഗൽ ആത്മിക സമ്മാൻ എന്നാണ് ഇവിടെ കൊടുത്തത്. സമ്മാൻ സർവശ്രേഷ്ഠ സമ്മാൻ, അതാണ് ഇവിടെ അതിന് ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് സ്ഥലത്തിൻ്റെ പേര് എഴുതുകയാണ്. ഇത് രണ്ടാണ് നമ്മുടെ ഫോർമാറ്റ് വരുന്നത്, സമാചാറിൻ്റെ ഫോർമാറ്റായിട്ട് വരുന്നത്. സൈഡ് ഹെഡിങ്ങും അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ പേരും. സ്ഥലം പതോഡ. കൽ പതോഡ में एक अजनबी सी घटना हुई. ഇന്നലെ പതോഡയിൽ ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി. प्रसिद्ध साहित्यकार अमृतलाल बेगड़ अपने मित्र छोटू के साथ नर्मदा तट के पदयात्रा कर रहे थे. പ്രസിദ്ധനായ സാഹിത്യകാരൻ അമൃതലാൽ ബേഗഡ് തൻ്റെ സുഹൃത്തായിട്ടുള്ള ചോട്ടുവിനോടൊപ്പം നർമ്മദാ തീരത്ത് കൂടി യാത്ര ചെയ്യുകയായിരുന്നു. ഭാരി വർഷ ഹൊരഹത, കനത്ത മഴയുണ്ടായിരുന്നു. പാനി കെ ഡർ സെ ഉനെ ഏക് മന്ദിർ കെ ബരാംദാ മേ രഹ്ന പട, മഴ ഭയന്നിട്ട് അവര് അമ്പലത്തിൻ്റെ വരാന്തയിൽ താമസിച്ചു. रात को बेगड उड़ा तो उनके पैरों के पास एक आदमी गुड़ी मुड़ी पड़ा था. രാത്രി ഇടയ്ക്ക് ഉണർന്നപ്പോൾ അവരുടെ പൈരോക്കെ പാസ്, കാലിനരികിലായിട്ട് ഒരു വ്യക്തി ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. വഹ് ഏക്ക് പാഗൽ ആദ്മീത, അതൊരു ഭ്രാന്തനായ വ്യക്തിയായിരുന്നു. വഹ് കവി കവി ഉനെ ചാക്കൂസെ മാർനേക്ക് ധമക്കി ദേ രഹാത, അയാൾ ഇടയ്ക്കിടയ്ക്ക് അവരെ ചാട്ടവാറ കൊണ്ട് അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അമൃതലാൽ ബേഗഡ് ഏക്ക് ശിക്ഷക് ജാനേക്ക് വഹ് ശാന്ത് ഹോ ഗയാ ഥാ, അമൃതലാൽ ബേഗഡ് ഒരു അധ്യാപകനാണെന്നറിഞ്ഞപ്പോൾ അയാൾ ശാന്തനായി. विक्षिप्त अवस्था में भी शिक्षक लोगों का सम्मान करने का संस्कार उस पर था. ഈ ഭ്രാന്താവസ്ഥയിലും അധ്യാപകരെ ആദരിക്കേണ്ട ആ ഒരു സംസ്കാരം അയാളിൽ ഉണ്ടായിരുന്നു. ബേഗഡിനെ കഹാ ഏക് ശിക്ഷക് കെ രൂപ മേ ഉനെ കയി പുരസ്കാർ മിലാ ഹെ. ബേഗഡ് പറയുന്നു, അദ്ദേഹത്തിന് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരുപാട് സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ലേക്കിൻ പാഗൽ ആദ്മി കാ യഹ് സമ്മാൻ ഹി വേ അപ്നാ സർവശ്രേഷ്ഠ സമ്മാൻ മാനത്തെ ഹെ. എന്നാൽ ആ ഭ്രാന്തനായ വ്യക്തിയുടെ ഈ ആദരവാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സർവശ്രേഷ്ഠമായിട്ടുള്ള ആദരവായിട്ട് അംഗീകരിക്കുന്നത്. അത്രയാണ് നമ്മുടെ പത്രവാർത്ത ന്യൂസ് റിപ്പോർട്ട് രേപ്പട്ട് ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലഘുലേഖാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ബേഗരോं की समस्या विषय पर लघु लेख लिखे. घर मनुष्य की बुनियादी जरूरतों में एक है. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് വീട്. ഹമാരെ देश में कई लोग बेघर हैं. നമ്മുടെ രാജ്യത്തെ നിരവധി ആളുകൾ വീടില്ലാത്തവരാണ്. വഹ് സുരക്ഷിത് ആവാസ് വ്യവസ്ഥ സുരക്ഷിത് ആവാസ്, स्वास्थ्य सेवा और शिक्षा जैसी मूलभूत मानवीय आवश्यकताओं से वंचित रहना पड़ता. സുരക്ഷിതമായ ഭവനം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ
ആവശ്യങ്ങളുടെ അഭാവം അവർ അനുഭവിക്കുന്നു. इसके प्रमुख कारणों में बढ़ती सामाजिक आर्थिक असमानता, गरीबी और प्राकृतिक आपदाएं शामिल है. സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം, ദാരിദ്ര്യം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ വർദ്ധിച്ചു വരുന്നതാണ് പ്രധാന കാരണങ്ങൾ. ജിൻകെ കാരണം ലോക സടക്കോं पर ആ ജാത്തെ ഹെ. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ റോഡിലാകപ്പെടുന്നത്. അതായത് വീടില്ലാതെ അവർക്ക് റോഡിൽ താമസിക്കേണ്ടി വരുന്നത്. ഇസ് സമസ്യ കെ समाधान के लिए उचित आवास, सामुदायिक सहायता और सामाजिक सुरक्षा योजना को प्राथमिकता देना है. സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം, ദാരിദ്ര്യം, പ്രകൃതി ദുരന്തങ്ങൾ, ഗരീബി ഓർ പ്രാകൃതിക ആപദായം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ വർദ്ധിച്ചു വരുന്നവയാണ്. जिनके कारण लोग सड़कों पर आ जाते हैं. इस समस्या के समाधान के लिए उचित स्वास्थ्य, सामुदायिक असहायത. ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മതിയായ ഭവന നിർമ്മാണം, കമ്മ്യൂണിറ്റി പിന്തുണ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുക. प्राथमिकता देना है. हमारी सरकार तथा हर नागरिक को इस दिशा में प्रयत्न करना होगा. നമ്മുടെ സർക്കാരും ഓരോ പൗരനും ഈ ദിശയിൽ പരിശ്രമിക്കണം. ലഘുലേഖ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ട് രണ്ടത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.